അപ്പൊ അങ്ങനെ ഒരു സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ വീട്ടിലോ അവിടെ വീട്ടിലോ നമ്മൾ താമസിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇൻഡിപെൻഡന്റ്ലി വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് ആക്ച്വലി നമ്മള് കല്യാണം കഴിക്കുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടല്ല, കല്യാണം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച്, എന്റെ കംഫർട്ട് സോണാണ് എന്റെ വീട്. അങ്ങോട്ടേക്ക് അവളെ ഇൻഡിപെൻഡന്റ്ലി കൊണ്ടുവരാന്ന് പറയുന്നത്, ഞാൻ അവിടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് എത്രത്തോളം ഉൾക്കുത്തുണ്ടാവും അതുപോലെ തന്നെ അവക്കും ഉണ്ടാവും. ഈ ഫാമിലി സൊസൈറ്റി ഉണ്ടാക്കി തന്നേക്കുന്നതുകൊണ്ടാണ് പെണ്ണ് ഫോഴ്സ്ഡ് ആവുന്നത് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. നല്ല സമാധാനമുണ്ട്. അതെ അതെ അതെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ഈ നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ അത് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കണം, വീട്ടു ചെലവ് നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്യണം. മറ്റിടത്താണ് എല്ലാം തന്നെ നടക്കും. അച്ഛനുമുണ്ട്, അമ്മയുണ്ട്, ബാക്കി പരിപാടികൾ, കിച്ചൺ ഷെയറിങ് പരിപാടി, എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിലാണെങ്കിൽ കാര്യങ്ങൾ നടക്കും, ഹാപ്പി ആയിട്ട് നടക്കും. എനിക്ക് കുറച്ച് മടിയൊക്കെ പിടിച്ച് എൻ്റെ വർക്കിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് നിൽക്കാം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് മാറി താമസിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ എല്ലാ പരിപാടികളും എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ചെയ്യുന്നതും. അതിന്റെ ഡിവിഷനും പരിപാടിയും, അതിന് സെക്കൻഡറി ഹെൽപ്പുകളില്ല. നമ്മൾ വഴക്കുണ്ടാക്കിയാൽ തന്നെ നമ്മൾ ഒരു റൂമിൽ കിടന്നുറങ്ങണം, അല്ലെ മാറി കിടന്നോ, നമ്മുടെ ഉള്ളിൽ തന്നെ വഴക്ക് നിൽക്കുക, അത് മാറ്റിയൊക്കെ ചെയ്യണം. അതേ സമയത്ത് നമ്മൾ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് വഴക്ക് മാറാനൊരു ടൈം കൊടുക്കണം. അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് വഴക്ക് മാറ്റുകയെന്നുള്ളതല്ല വഴക്കിനുള്ള പ്രതിവിധി. അപ്പൊ നമ്മൾ അതെല്ലാം മാറി, അപ്പൊ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്താലേ നമുക്ക് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻസിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ പറയാം, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും വീട്ടിൽ താമസിക്കരുത്. പേരൻസ് മോശക്കാരായതുകൊണ്ടല്ല, അത് നമ്മൾ ആക്ച്വലി നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരിക്കണം. നമ്മൾ